സുനിൽ ഐസക് കൂടി കണ്ണൂരിൽ എൻ്റെ കൂടെ ഉണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ്, കുപ്പത്ത് നിരവധി വീടുകൾ വെള്ളം കയറിയിരിക്കുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത പ്രദേശങ്ങളിൽ അവിടെ അപകട ഭീഷണിയിലാണ്. കണ്ണൂർ കുറുവയിൽ മതിലിടിഞ്ഞ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠാപുരത്ത് മരം വീണ് ഭാഗികമായി തകർന്നിരിക്കുന്നു. സുനിൽ, എന്താണ് മഴയെ തുടർന്ന് സംഭവിക്കുന്നത് നിങ്ങളുടെ ജില്ലയിൽ? നിഷാദ്, കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത്. പ്രത്യേകിച്ച് ഇതിന്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ ആളുകളാണ്. നോക്കൂ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കുപ്പം CH നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് വലിയ തോതിൽ മണ്ണും ചെളിയും കുത്തി ഒലിച്ച് താഴേക്ക് ഇറങ്ങി ഇവിടെ നിരവധി വീടുകളുടെ അകത്തേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ചേച്ചി, 1 മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഹലോ, നിങ്ങളുടെ വീടാണോ ഇത്? എപ്പോഴാണ് വെള്ളം കയറിയത്? അവർക്ക് എന്തായാലും വലിയ തോതിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. താഴേക്ക് വെള്ളം കുത്തി ഒലിച്ച് കയറി നിരവധി വീടുകൾ ഈ ഇപ്പോൾ JCB ഉപയോഗിച്ച് ഈ വെള്ളം ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകള്. ചേട്ടാ, എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് ചെറിയൊരു മഴ വന്നിട്ടില്ലോ. കഴിഞ്ഞ കൊല്ലം അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വെള്ളം വരുന്നതിന്. അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മളിത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെറിയൊരു മഴത്താണ് ഇത് ഇങ്ങനെ അടിഞ്ഞുകൂടി വന്നത്. 3 വീടാണ് ഇപ്പം അപകട ഭീഷണി നേരിടുന്നത്. ഈ വീടിന് വിള്ളലുണ്ടല്ലേ? വിള്ളലുണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളില് കംപ്ലീറ്റ് വെള്ളം കയറിയിട്ടില്ലേ, മണ്ണും വെള്ളവും കയറിയിട്ടില്ലേ. ഇതെന്താ ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് നാഷണൽ ഹൈവേന്റെ വർക്ക് കൊണ്ട് വന്നതായി സംഭവം. അവര് 1 കിലോമീറ്റർ മുകളിലോട്ട് 1 കിലോമീറ്റർ ഇപ്പുറത്തോട്ടായിട്ട് മറ്റേ ഡ്രെയിനേജ് ഇല്ലാതെ വർക്ക് നടത്തിയതാണ് ഈ പ്രശ്നം പറ്റിയത്. ഇതിപ്പോൾ ചെറിയ മഴ മാത്രമേ വന്നിട്ടുള്ളൂ, അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ അവര് റോഡിന്റെ ഓഫീസർമാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മള്. അവര് ഇന്ന് രാവിലത്തേക്ക് ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞതാ. ഈ രാവിലെ വരുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ കാണുന്നത്. എത്ര വീടുകളിൽ ഇപ്പൊ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്? 3 വീട്ടില്. ഓക്കെ, 3 വീടുകളിൽ നല്ല രീതിയിൽ പൂർണ്ണമായും തന്നെ പറയാം അത് അത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നു. പക്ഷേ നിരവധി ഓക്കെ, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോവാം. നിരവധി വീടുകളിലേക്ക് ഇത്തരത്തിൽ വീടുകളുടെ മുറ്റത്തേക്കും മറ്റും ചെളിയൊക്കെ കുത്തി ഒലിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ വലിയ ഉരുൾപൊട്ടലും മറ്റുമൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിൽ ഇത്രമേൽ വലിയൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇത് നോക്കൂ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വീടുകളൊക്കെ ഏതാണ്ട് 2 വീടുകൾക്ക് വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ പിൻഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ വെള്ളവും ചെളിയും കൂടി കുത്തി ഒലിച്ച് ഇവിടേക്ക് വന്ന് ഈ വീടിന്റെ പിൻഭാഗത്ത് ഇപ്പോ വന്നിങ്ങനെ അടിഞ്ഞു നിൽക്കുകയാണ്. കുത്തി ഒലിച്ച് വന്ന ഈ മണ്ണും കല്ലും വന്ന് വീടിന്റെ പിൻഭാഗം ഇപ്പോ വിണ്ട് മാറിയിട്ടുണ്ട്. കാണാം നമുക്ക് ആളുകൾ, നാട്ടുകാർ ഇപ്പോൾ നമ്മളെ കാണിച്ചുകൊണ്ട് വരുന്നത് ആ ദൃശ്യങ്ങളാണ്. അതായത് വീടിന്റെ പിൻഭാഗം ഇപ്പോ വിണ്ടിരിക്കുന്നു. അവിടേക്ക് ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും തഹസീൽദാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും അടക്കമുള്ള റവന്യൂ വകുപ്പിന്റെ വലിയ ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കും ചില പരിമിതികളുണ്ട്. ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ മുമ്പിലുള്ള ഒരു നിലവിലെ ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പൂർണ്ണമായും JCB മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ വെള്ളം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെള്ളം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്തി വിടുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലേ? അപ്പുറത്താണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കൂ നിഷാദ്, ഇപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്ന വെള്ളം ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് വഴി തെളിച്ച് ഇവിടെ വരെ വരുമോ? ആ വീടിന്റെ ഉടമസ്ഥൻ ഇവിടെയുണ്ട്. JCB ഉപയോഗിച്ച് വെള്ളത്തിന് ഇങ്ങനെ വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് ഇത്തരത്തിൽ വെള്ളത്തിന് കടന്നു പോകാൻ വഴിയില്ലാതെ വന്നതോടുകൂടിയാണ് വലിയ തോതിൽ ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടക്കാനും ചില പ്രയാസങ്ങളുണ്ട്. ചേട്ടാ, നിങ്ങളുടെ വീടല്ലേ ഇത്? എന്താ സംഭവിച്ചേ? ഈ ഹൈവേന്റെ വെള്ളം വിട്ടത് ഇങ്ങനെ പറയാം. ഹൈവേന്റെ വെള്ളവും മണ്ണും ഇങ്ങനെ വിട്ട് ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. കഴിഞ്ഞ പോലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിന്. എന്നിട്ട് തഹസിൽദാരെല്ലാം വന്ന് നോക്കിയിട്ട് പോയതാണ്. ഇപ്പൊ ഈ പ്രാവശ്യം തെച്ചും എല്ലാ ഭാഗത്തിന്റെ വെള്ളം ഈ ഭാഗത്തേക്ക് വിട്ട് 3 വീടും വെള്ളത്തിലായി. ഇപ്പൊ വീട്ടിന്റെ ഉള്ളിലെല്ലാം വെള്ളം കയറാനിക്കുകയാണെന്ന് എല്ലാം വെള്ളത്തിന് മുങ്ങി. അങ്ങനെ സംഭവം. വീട്ടിലിപ്പോ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. വീടൊന്നും ചെയ്യാൻ പറ്റില്ല. വീടെല്ലാം പോയാണൊക്കെ എനിക്ക് താമസിക്കാൻ കഴിയില്ല വീട്ടില്. ഇന്ന് രാവിലെയാണോ വെള്ളം കയറി? ഇന്ന് രാവിലെ. ഇപ്പൊ എന്താ പറയുന്നത് ഇവര്? മഴ നിന്നിട്ടും വെള്ളം നിൽക്കുന്നില്ല. അങ്ങനെയില്ലത്. അതാണ് അവസ്ഥ.